കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിരുന്നതുപോലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 പേരുടെ സ്നാന ശുശ്രൂഷ നടത്തപ്പെടുവാനായിട്ട് കർത്താവ് കൃപ നൽകി. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ പ്രാർത്ഥന കഴിഞ്ഞ പകല് ഓഫ്ലൈനിൽ എനിക്ക് ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് അവകാശം നൽകി. ഞാൻ വിചാരിച്ചതിനേക്കാൾ ആരംഭത്തിൽ അല്പം ഒരു ടൈറ്റ് എനിക്ക് തോന്നി. സത്യത്തിൽ ഓൺലൈനിലാണ് ഇത് പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാൻ ബുദ്ധിമുട്ട് തോന്നേണ്ടത്, പക്ഷേ ഓഫ്ലൈനിലാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. പക്ഷേ ഒടുവിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, ഞാൻ ഒടുവിൽ പെട്ടെന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പം നല്ലൊരു കൂട്ടം ആളുകൾക്ക്, ഏകദേശം അവിടെ നിൽക്കുന്നതിൽ ഒരു 80, 85, 90% ആളുകൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചൊരു ചിന്തയുണ്ട്. ഏറ്റവും അധികം കൂടുതൽ പുതിയ നിയമസത്യങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതറിയാത്ത ആളുകളുടെ അകത്തുള്ള അവസ്ഥ എന്തായിരിക്കും, ജാതികളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ നല്ലൊരു കൂട്ടം ആളുകളെ പൈശാചിക സാമ്രാജ്യം അവരറിയാതെ ഡീമൺ സ്പിരിറ്റുകൾ, ഡീമൺ കിങ്ഡം, സാത്താന്യ രാജ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവോന്മുഖമായ തെറ്റായ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് അറുക്കുവാനും മുടിക്കുവാനും വരുന്നത് കള്ളനാണ്. കർത്താവ് വരുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് സ്നാനമുള്ളത് കൊണ്ട് ഫുൾ ടൈം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഒരു ഓഫ്ലൈൻ കൂടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന ഈ കാഴ്ചകൾ, ഡീമൺ സ്പിരിറ്റുകൾ നമ്മുടെ കുടുംബങ്ങളിൽ തിന്മ വിതയ്ക്കുവാൻ ആഗ്രഹിച്ച് ഒരുക്കുന്ന പ്ലാനുകളെ ദൈവാത്മാവ് ആത്മലോകത്തിൽ നമുക്ക് കാണിച്ചു നൽകുന്നതാണ്. നമ്മൾ പിശാചിൻ്റെ ആക്സസുകളെ തിരുവചനത്തിൻ്റെ വെളിപ്പാടിൽ കണ്ടറിഞ്ഞ് നമ്മളതിനെ ക്യാൻസൽ ചെയ്താൽ, എങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എങ്ങനെയാണ് പിശാചിന് ഇതിനൊരു ആക്സസ് കിട്ടുന്നത്? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ ഇന്നലെ യോഗം കഴിഞ്ഞ ശേഷം ഞാനൊരു ദൈവദാസനുമായിട്ട് പുറകെ ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, പാസ്റ്റർ, എങ്ങനെയാണ് ഇത്രയധികം ആളുകൾക്ക് ഇതിനുള്ളൊരു ആക്സസ് കിട്ടുന്നത്? അതിന് കാരണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ അതിൽ നാം ശ്രദ്ധിക്കാറില്ല. ചിലർ, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് സാത്താൻ ഭയങ്കര ശ്രദ്ധാലുവാണ്. നിങ്ങൾ എവിടെയെങ്കിലും ദൈവവചനം വിട്ടു മാറുന്നുണ്ടോ എന്ന്. കാരണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങളിൽ അവനൊരു ആക്സസ് ഉണ്ടാവുകയുള്ളൂ. ഇതൊരു സ്പിരിച്വൽ റിലമാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നമ്മുടെ തെറ്റായ ചിന്തയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് പിശാചിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. തെറ്റാണ്, നിങ്ങളുടെ അകത്തുള്ള ചിന്ത തെറ്റാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, പക്ഷെ അവന് നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു വാതിൽ ഏതെങ്കിലും ഒരു പാപത്താൽ തുറന്നു കിടക്കുന്നെങ്കിൽ അവന് അതിലൊരു ആക്സസ് കിട്ടുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുള്ള കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യണം? നിങ്ങളെന്നും പ്രഭാതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നും വൈകിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവാത്മാവ് വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാക്കാൻ തുടങ്ങും. ഓക്കെ, ഞാൻ ആ പറഞ്ഞ ഭാഗത്തോട് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. മറുഭാഗത്ത് പാപമാണ്
പിശാചിൻ്റെ ശക്തികൾ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുവാൻ ആക്സസ് ഉണ്ടാക്കിയതെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാണെന്നുള്ള ബോധം വന്നാൽ, സ്റ്റാൻഡേർഡ് ആണെന്നുള്ള ബോധം വന്നാൽ, റൈച്ചസ് ആണെന്നുള്ള ബോധം വന്നാൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. ദൈവത്തിൽ നിന്നുള്ള ആരോഗ്യത്തെ, അനുഗ്രഹത്തെ, ദൈവം തുറക്കാൻ പോകുന്ന വാതിലുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവിനാൽ റിലീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ പിശാചിൻ്റെ ഡിമോണിക് റിലത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അവൻ തിന്മ വിതയ്ക്കുവാൻ പാപം അവന് ഒരു ആയുധമാണെങ്കിൽ, പാപം അവൻ്റെ ആത്മലോകത്തെ ഫിസിക്കൽ റിലത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്ചേഞ്ച് സ്ഥലമാണെങ്കിൽ, നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിലേക്ക് തിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു തിന്മ വിതയ്ക്കാൻ എക്സ്ചേഞ്ചായി മാറിയത് എന്താണ്? പാപമാണെങ്കിൽ, നേരെ തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സൗഖ്യം മടക്കുമെന്ന്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആരോഗ്യം വെളിപ്പെടുമെന്ന്, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമായി മാറുമെന്ന്, അതിന് ഉള്ള മുഖാന്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമായ നീതിയുടെ വെളിപ്പാടാണ്. നിങ്ങൾ ദൈവത്താൽ നീതിമാന്മാരാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പല വ്യക്തികളോട് സംസാരിച്ചിട്ടുള്ള സംസാരങ്ങൾ നിങ്ങളെ തെറ്റിക്കുവാൻ, നിങ്ങളുടെ ദിശ തെറ്റിച്ച് കളയുവാൻ, നിങ്ങളുടെ വളർച്ച തെറ്റിച്ച് കളയുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ദൈവം നിങ്ങളുടെ മേൽ ചുരിയാൻ ആഗ്രഹിച്ച സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ റിലീസാകാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അനുഗ്രഹമായി മാറുമെന്ന്? എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറും. യേശുക്രിസ്തു കാൽവറിയിൽ ശപിക്കപ്പെട്ടവനായി മരിച്ചത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാണ്ടല്ലോ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന അല്ല അനുഗ്രഹം. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ അവൻ ശപിക്കപ്പെട്ടവനായി മരിച്ചത് നിങ്ങളുടെ മേൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം വരാനായിട്ടാണ്. ഞാൻ മറ്റൊരു വാക്യം പറഞ്ഞു തുടങ്ങാനായിട്ടാണ് ഞാൻ വന്നതെങ്കിലും എൻ്റെ അകത്ത് ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടതായിരിക്കും, ഞാനത് ഡിസ്പ്ലേയിൽ വേറെ വാക്യമാണ് ഇട്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അബ്രഹാമിൻ്റെ അനുഗ്രഹം തുറക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹം തുറക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവം തുറക്കും. വിശ്വസിക്കുന്നവരത് പറയണം കേട്ടോ. നിങ്ങൾ ഇന്ന് രാവിലെ നമ്മളത് പറയാൻ പോവാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന്മേൽ തുറന്നു വരും. വാക്യം 13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അപ്പൊ നിങ്ങൾ ന്യായപ്രമാണം തെറ്റിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നത് എന്താണ്? ശാപമാണ്. പക്ഷേ ശാപത്തിൽ നിന്ന് നമ്മളെ ആര് വില കൊടുത്തു വാങ്ങി? ക്രിസ്തു നമ്മെ വില കൊടുത്തു വാങ്ങി. എങ്ങനെ? അവൻ ശാപമായി തീർന്നു. അപ്പൊ ശാപത്തിന് അവൻ നമ്മെ വില കൊടുത്തു വാങ്ങി. ഇത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ സംഭവിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹമായോ? ഇല്ല. അനുഗ്രഹമാകുന്ന എങ്ങനെയാണ്? എന്ത് അനുഗ്രഹമാണ് വരുന്നത്? നിങ്ങളുടെ മേൽ വരുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ഈ പദം ഏകദേശം 50 പരം ഘടകങ്ങൾ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന ഈ ഒറ്റ വാക്കിന്റെ മേലുണ്ട്. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ദൈവം കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന്റെ മേൽ ദൈവം അനുഗ്രഹം തുറക്കാൻ തുടങ്ങി. ബറാക്ക്, ബറാക്ക, ബെറിത്ത്, 3 പദങ്ങൾ. ബറാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ബറാക്ക എന്ന് പറഞ്ഞാൽ നീ ഒരു അനുഗ്രഹമായി തീരും. ബെറിത്ത് എന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ബർ എന്ന് പറഞ്ഞാൽ ബെറിയോനായ ഷിമോൻ, ഷിമോന്റെ മകൻ ബെറിയോനായ ഷിമോൻ, യോനയുടെ മകനായ ഷിമോൻ. അപ്പം ബെർ എന്ന് പറഞ്ഞാൽ മകൻ, ബെർ എന്ന് പറഞ്ഞാൽ മകൻ. ക്രിസ്തുവിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടിയാണ് നിങ്ങളുടെ മേൽ അനുഗ്രഹം ദൈവം തുറക്കുന്നത്. നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ കൂടി അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹമായി മാറും. ക്രിസ്തുവിലൂടെ നിങ്ങൾ അനുഗ്രഹമായി മാറും. ആ അനുഗ്രഹമായി മാറുന്നത് ബെറീത്തിലൂടെയാണ്. ബെറീത്ത് പുത്രനിലൂടെ അവൻ നിങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അർത്ഥാൽ പിതാവാം ദൈവം പുത്രനുമായി ചെയ്ത ഉടമ്പടിയാൽ അതിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ മേൽ വരുന്ന അനുഗ്രഹം ഏതാണ്?
അത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അതിന് ജാതികളായി നമ്മുടെ മേൽ ലഭ്യമാകുന്നത് എന്താണ്? ആത്മാവാണ്. ആരുമേലാണ് അവൻ ആത്മാവിനെ പകരുന്നത്? നീതി എന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ നീതി എന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം ആത്മാവിനെ പകരും. ആത്മാവിനെ പകരുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നാം വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മേൽ തുറക്കുന്ന ആത്മാവിനാൽ അബ്രഹാമിന്റെ അനുഗ്രഹം അവൻ നമ്മുടെ മേൽ തുറക്കും. അപ്പൊ നമ്മുടെ മേൽ വരുന്നത് എന്താണ്? വരുന്നത് ആത്മാവാണ്. ആ ആത്മാവ് ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് ഏതാത്മാവാണ്? അത് ദൈവാത്മാവാണ്. തിന്മയുടെ ആത്മാവ് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവൻ വിതച്ചത് തിന്മയാണ്, അവൻ വിതച്ചത് അപകടമാണ്, അവൻ വിതച്ചത് രോഗമാണ്, അവൻ വിതച്ചത് കുടുംബ തകർച്ചയാണ്, അവൻ വിതച്ചത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം, കടം, നഗ്നത, ആപത്ത്, കുടുംബ കലഹം, മരണം, വേർപാട്, തകർച്ചകൾ, പൈശാചിക റിലം നിങ്ങളുടെ വീട്ടിൽ ആത്മതലത്തിൽ നിന്ന് ഫിസിക്കൽ തലത്തിൽ, നാച്ചുറൽ തലത്തിൽ വിതച്ചെങ്കിൽ ദൈവം ചെയ്യുന്നത് അവൻ ആത്മാവായി, വിശ്വസിക്കുന്നവരകത്തവൻ ആത്മാവായി വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ബ്ലെസ്സിങ് തുറക്കും. നിങ്ങളുടെ കുടുംബത്തിൽ അവൻ അബ്രഹാമിന്റെ അനുഗ്രഹം തുറക്കും. ഇത് തുറക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇല്ലാത്തത് ഉളവാകാൻ തുടങ്ങും. അബ്രഹാം സമ്പന്നനായി. അവൻ ഏത് വരണ്ട ദേശത്ത് ചെന്നാലും ആ വരണ്ട ദേശം അനുഗ്രഹമായി മാറുന്നു. അവൻ യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ അവൻ ജയിക്കുന്നു. അവൻ ഒറ്റയ്ക്കിരുന്നാൽ ദൈവം വന്ന് ഉടമ്പടി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ കൂടെ കേൾക്കുന്നുണ്ടോ? അവൻ വീട്ടിനകത്ത് വിശ്രമിച്ചു കൊണ്ടിരുന്നാൽ യഹോവയാം ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്നു. അവന്റെ കുടുംബം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ പ്രായം കഴിഞ്ഞ പുത്രോത്പാദനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിൽ ദൈവാത്മാവ് അത്ഭുതകരമായ ശക്തി തുറക്കുകയാണ്, ജീവൻ തുറക്കുകയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ തുറക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ തുറക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ കഴിവല്ല, കാരണം യേശുക്രിസ്തുവിന്റെ കാൽവറിയിലൂടെ ലഭ്യമായ നീതിയാണ്. ആ നീതി ലഭ്യമായ നിങ്ങൾ എവിടെയെങ്കിലും ദൈവ സ്വഭാവം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് ഒരു മിനിറ്റ് വരെ, കർത്താവേ ഞങ്ങൾ ഒരിക്കൽ കൂടെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഒരു നിമിഷം അങ്ങനെ ആദ്യം പ്രാർത്ഥിച്ച് എന്നിട്ട് നമുക്ക് ദൈവിക ബ്ലെസ്സിങ് തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം മൈക്ക് വൺമ്യൂട്ട് ചെയ്ത് ഒരു മിനിറ്റ് വരെ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ രാവിലെ ഏതെങ്കിലും മേഖലകളിൽ ദൈവ സ്വഭാവം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചിന്തകൾ, ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും പ്രവർത്തികൾ ദൈവ പോയിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഞങ്ങളിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്. ആ രക്തമേ ജീവനാൽ ഞങ്ങൾ കിടന്നുറങ്ങിയതാണല്ലോ പാസ്റ്ററെ, ഒരു സാരമില്ല. അവൻ പ്രാർത്ഥിക്കുമായിരുന്നു.
ഈ ഉപവാസ പ്രാർത്ഥനയില് നിങ്ങൾ ഈ പ്രാരംഭ ദിവസങ്ങളിൽ ഏറ്റവും അധികം നിങ്ങൾ പ്രാധാന്യത കൊടുക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ ഇപ്പോൾ നീതിമാന്മാരാണ്, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓക്കെ, നിങ്ങൾ നീതിമാന്മാരാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ നീതിമാന്മാരാണ്. രണ്ടാമത്, അവന്റെ ജീവനാൽ നിങ്ങളുടെ അവയവങ്ങളിൽ ദൈവത്തിന്റെ നിലവാരം വെളിപ്പെടണം. ജീവന്റെ പ്രമാണത്താൽ, റോമാലേഖനം 8:2 പ്രകാരം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ക്ലെൻസിങ്ങിന് എപ്പോഴും, ഒരു ശുദ്ധീകരണത്തിന് എപ്പോഴും നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ അകത്ത് അവയവങ്ങളിൽ നീതി വെളിപ്പെടുന്നത്. അപ്പം നീതിക്ക് 2 വശമുണ്ട്. ഒന്ന്, നീതി രക്തത്താൽ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയ നീതി. അത് നിങ്ങളൊന്നും ചെയ്തിട്ടല്ല, വിശ്വാസത്തെ കിട്ടിയതാണ്. അതേ വിശ്വാസത്തെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ നീതിയാൽ തുറക്കുന്ന ജീവനാൽ നിങ്ങൾ അവന്റെ നിലവാരമുള്ളവരായി മാറും. അവിടെയാണ് നമ്മൾ അവനെ പോലെയായി മാറും. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ വളരും തോറും നിങ്ങൾ ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടാൻ തുടങ്ങും. ദൈവത്താൽ നിങ്ങൾ വർദ്ധിപ്പിക്കപ്പെടാൻ തുടങ്ങും. ഇത് റാഹേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. യഹോവ എനിക്ക് ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന പേരിട്ടു. യോസഫ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കപ്പെടുക, ചേർക്കപ്പെടുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് മൂത്ത മകൻ ഉണ്ടായി കഴിഞ്ഞപ്പം ഞാൻ അവനെ പേരിടാൻ തീരുമാനിച്ചു. എൻ്റെ പേര് സജി, എൻ്റെ അനുജൻ്റെ പേര് റെജി, അനുജത്തിൻ്റെ പേര് ജിജി, താഴെ അനുജൻ്റെ പേര് ടിജി. സജി, റെജി, ജിജി, ടിജി. എൻ്റെ അപ്പൻ്റെ പേര് ജോർജ് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് സാറാമ എന്നാണ്. അപ്പോൾ സാറാമയുടെ സായും ജോർജിൻ്റെ ജിയും എടുത്തിട്ട് എൻ്റെ വലിയ ആൻറ്റി പറഞ്ഞു കൊടുത്തതാണ് സജി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തോന്നുന്നു. ഏതായാലും അപ്പൻ്റെ അമ്മയുടെ ആദ്യത്തെ പേരാണ്. എന്തായാലും അമ്മയുടെ പേര് ക്രിസ്റ്റീന എന്നും അപ്പൻ്റെ പേര് മത്തായി എന്നും വരായിരുന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങനെ അത് തമാശയായിട്ട് പറയാറുണ്ട്. മത്തായി എന്ന് വന്നാൽ മത്തായും ക്രിസ്റ്റീനിയും ആയിരുന്നെങ്കിൽ എൻ്റെ പേര് മാക്രി എന്നായി പോയേനെ. അങ്ങനെ കുറേ ആൾക്കാർ പേരിടുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ മകന് ഉണ്ടായ മോന് അജി എന്നോ ഫിജി എന്നോ പേരിടണമെന്ന് ചിന്തിച്ചു. അജി എന്നോ ഫിജി എന്നോ. ആ സമയത്ത് എൻ്റെ അനുജൻ റെജിയുടെ ഭാര്യ, ഞങ്ങൾ 2 റിലേഷനാണ്, ആൻറ്റി എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്ത് പേരാണ് കൊച്ചിനിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പേരാണ്. ഉടനെ തന്നെ എന്നോട് ആൻറ്റി പറഞ്ഞു, പാസ്റ്റർ, അപ്പം അന്ന് ഞാൻ നന്നായിട്ട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്. അന്ന് പ്രവചന ശുശ്രൂഷയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നന്നായി ദൈവാത്മ പ്രവചനമായി സംസാരിക്കാൻ ഇടപെടുകയും ചെയ്യുമായിരുന്നു. അന്നിങ്ങനെ വീട് പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും വാക്യം ദൈവാത്മ പറയും, ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവിടെ ഭയങ്കര വിടുതലുകൾ നടക്കും, ദൂതുകൾ പറയും. ഇതായിരുന്നു അന്നത്തെ മിനിസ്ട്രി. 5 മണിക്കൂർ വരെ ഒറ്റ നിപ്പിൽ നിന്ന് പ്രസംഗിച്ച് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണുന്നു. ഞാൻ ലിൻസിയോട് പറയുകയാണ്, നിന്റെ അപ്പച്ചൻ്റെ പേര് നിന്റെ അപ്പച്ചൻ്റെ പേര് ജോസഫ് എന്നല്ലേ? നമുക്ക് മകന് അതിനോട് ചേർന്നൊരു പേരിടാം എന്ന് ഞാൻ ലിൻസിയോട് പറയുകയാണ്. അപ്പം ലിൻസി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനാൽ ഞാൻ അവളുടെ അപ്പനെ കണ്ടിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് ഒരു ആങ്ങള മാത്രമാണ് ഞങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തത്. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. മറ്റൊരു വീട്ടിൽ ഒരു സഹോദര വീട്ടിൽ ചെന്നപ്പോൾ അവർ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങി വരാൻ നിങ്ങളെ ഞങ്ങൾക്ക് കാണണ്ട എന്ന് ഞങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞ് ഞങ്ങളെ നിന്ദിച്ച് അപമാനിച്ചിറക്കി വിട്ടതാണ്.
അപ്പൊ ഇവനുണ്ടായി കഴിഞ്ഞപ്പോൾ രാത്രി കർത്താവിനെ സ്വപ്നം കാണിച്ച് അവന്റെ തലയിൽ ഇങ്ങനെ എഴുതിയേക്കുക ജോസഫ് എന്ന് എഴുതിയേക്കുകയാണ്. ജോസഫിന്റെ തലയിൽ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഭാഷ പുസ്തകം വായിച്ചിട്ടാണ് ജോസഫിന് ഞങ്ങളുടെ മകന് ജോസഫ് എന്ന് പേരിടുന്നത്. ഈ ജോസഫ് എന്ന മലയാള വാക്കിന്റെ ഗ്രീക്ക് പ്രൊനൗൺസിയേഷനാണ് ജോസഫ് എന്ന് പറയുന്നത്. ഈ വാക്ക് വന്നത് ഇവിടെ നിന്നാണ്, ഈ റൂട്ടിൽ നിന്നാണ് വന്നത്. ഈ റൂട്ടിൽ നിന്ന് വന്നത് ഈ യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ അവന് യോസഫ് എന്ന് പേരിട്ടു. ആരായിട്ടത്? റാഹേൽ. 21 വാക്യം, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു, ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ സാധാരണ ഞാൻ ഡിവൈൻ ട്രൂത്തുകൾ മാത്രമാണ് ഈ രാവിലെയുള്ള സെക്ഷനിൽ പഠിപ്പിക്കാറ്. ഒരിക്കലും ഞാനൊരു ദൂത് ഈ പ്രാരംഭ സെക്ഷനിൽ പറയാറില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് നോക്കി ദൈവാത്മാവിൻ്റെ അകത്ത് ശക്തിയോടെ പറയുന്ന ഒരു ദൂത് പറയുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ തലമുറകളിൽ നിന്ന്, നിങ്ങളുടെ ഫൈനാൻസ് മേഖലയിൽ സംഭവിച്ച തകർച്ചയിൽ നിന്ന്, നിങ്ങൾ അനുഭവിച്ച നിന്ദകളിൽ നിന്ന്, വേദനകളിൽ നിന്ന് ദൈവം ചില മറുപടികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് നിങ്ങളുടെ നിന്ദകളെ അവൻ മാറ്റിക്കളയാൻ പോവുകയാണ്. ദൈവം നിന്ദകൾ മാറ്റുന്നവനാണ്. ഞാൻ ആ പദം ഒന്നുകൂടെ പറയുന്നു. ദൈവം ഇതുവരെ നിനക്കില്ലാത്തത് തുറന്ന് അവൻ നിന്റെ നിന്ന നീക്കിക്കളയുന്നവനാണ്. മറ്റുള്ള എല്ലാവർക്കും പല നന്മകൾ ദൈവം തുറന്നു, വഴികൾ ദൈവം തുറന്നു. സ്വാഭാവികമായിട്ട് അവർ പല നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നു. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പ്രഭാതത്തിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയുന്നു. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്തത്, ഇതുവരെ നിങ്ങളുടെ കുടുംബം കണ്ടിട്ടില്ലാത്തവ, ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തവ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറന്ന് നിങ്ങൾക്ക് അവൻ ദൈവത്താലുള്ള അനുഗ്രഹം തുറക്കാൻ പോവുകയാണ്. നിന്ന നീക്കിക്കളയുക മാത്രമല്ല, റാഹേൽ വീണ്ടും പറയുന്നു, ഇനിയും യഹോവ എനിക്ക് മകനെ തരും. അതുകൊണ്ട് ദൈവം തുറന്നത് അവൻ അവസാനിപ്പിച്ചിട്ടില്ല. 2024 അല്ല, 2025 പ്രാരംഭത്തിലെ 3 മാസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന വഴികൾ കൊണ്ട് അവൻ വഴികൾ അവസാനിപ്പിച്ചിട്ടില്ല. അവൻ ഇനിയും നിന്നെ കുടുംബത്തിന്മേൽ ദൈവപ്രവർത്തികൾ തുറക്കാൻ പോവുകയാണ്. ഒന്ന് അവൻ തുറന്നെങ്കിൽ അവൻ വീണ്ടും തുറക്കാൻ പോകുന്നു. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനം ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വചനം ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ, റിലീസ് ചെയ്തവർ, ആത്മാവിൽ റിലീസ് ചെയ്ത ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ, ഫിസിക്കൽ റിലത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, വിദേശത്തായിരിക്കുന്ന തലമുറകളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സൗഖ്യമായി, തലമുറകളുടെ മേൽ നന്മയായി, വഴികളായി, ദൈവപ്രവർത്തികളായി വെളിപ്പെടണമെങ്കിൽ ഇപ്പോൾ സ്പിരിച്വൽ റിലത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഈ വചനത്തിനകത്തുള്ള ആത്മാവിനെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുക. നിങ്ങൾ നന്ദി പറഞ്ഞ് ദൈവാത്മാവിൽ അവനെ സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിനകത്ത് ഒറ്റ കാര്യം, ദൈവം എന്നെ ഇനിയും വർദ്ധിപ്പിക്കും, ദൈവം എന്നെ ഇനിയും അനുഗ്രഹിക്കും. എല്ലാ അതിരങ്ങളും തുറന്ന് ഈ വചനം മാത്രം ധ്യാനിച്ചുകൊണ്ട് 1-2 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഷാഖബന ബദന അൽക്കബന എല്ലാ അവസ്ഥകളും മറക്കുക. കർത്താവ് കൈ പിടിച്ചു പോകുന്നു. നിങ്ങൾ ഇനിയും നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗം നൽകിയ അധികാരത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗം നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബങ്ങളുടെ നിന്നയെ നീക്കിക്കളയുന്ന ദൈവിക നന്മകളിൽ കുടുംബങ്ങളിൽ റിലീസാകാൻ
ദൈവിക മറുപടികളാൽ ദൈവാത്മാവ് നീക്കാൻ പോകുന്നു. നിന്നകളെ ദൈവിക മറുപടികളാൽ ദൈവാത്മാവ് നീക്കാൻ പോകുന്നു. ഓ ഷാബാന, ഞാൻ ആ വചനത്തിൽ നിന്ന് രാവിലെ റിലീസ് ചെയ്യുന്നു. ഞാൻ ആ വചനത്തിൽ നിന്ന് രാവിലെ റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ ആ വചനം തന്നെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാവിലെ ഞാൻ ആ വചനത്തെ റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ, ഓ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, നിങ്ങളുടെ ഫിസിക്കൽ റിലത്തിന്റെ മേൽ, മെറ്റീരിയൽ റിലത്തിന്റെ മേൽ, ഷാബ റകബ നബശസ് കനാബിന പ്രൗഢമനഗടഗദനം ഓറ ദൈവപ്രവൃത്തിയുടെ ഒരു റിലം നിങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവം തുറക്കുന്നു. ഈ അനുഗ്രഹം, ഈ വർധനവ് നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ഇല്ലാത്തത് ഉണ്ടാകും, ഇല്ലാത്തത് ഉണ്ടാകും, ഇല്ലാത്തത് ഉണ്ടാകും, ഇല്ലാത്തത് ഉണ്ടാകും. ഏത് ഗർഭാശയത്തിലാണോ ഇതുവരെ തലമുറകൾ ഉണ്ടാകാതിരുന്നത് അവിടെ ഉണ്ടാകും, അവിടെ ഉണ്ടാകും. തലമുറകൾ ഉണ്ടാകും. ഓ ഫിസിക്കൽ തലമുറകൾ ഉണ്ടാകും, സ്പിരിച്വൽ തലമുറകൾ ഉണ്ടാകും. ഷാബ, നീ വർദ്ധിപ്പിക്കപ്പെടും. ദൈവാത്മാവ് ഇല്ലാത്തതിനെ നിന്നോട് ചേർക്കും. ഓ സ്പിരിച്വൽ റിലത്തിനകത്ത് ഇല്ലാത്തത് ഉളവായി വരും. എവിടെയാണോ വാതിലുകൾ അടഞ്ഞു നിൽക്കുന്നത് അവിടെ തുറക്കും കേട്ടോ. എവിടെയാണോ വാതിലുകൾ അടഞ്ഞു നിൽക്കുന്നത് അവിടെ തുറക്കും. അടഞ്ഞ വാതിലുകൾ ഇപ്പോൾ തുറക്കുന്നു. അടഞ്ഞ വാതിലുകൾ ഇപ്പോൾ തുറക്കുന്നു. തലമുറകൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. തലമുറകൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു. കാര്യാദികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു വാതിലും ഇല്ലാതിരിക്കെ എല്ലാ വഴിയും അടഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാവിലെ വാതിൽ തുറക്കുന്നു. നിന്റെ നിന്നയെ ദൈവം എടുത്തു മാറ്റുന്നു. നിന്നയെ എടുത്തു മാറ്റുവാൻ ദൈവാത്മാവ് ഇപ്പോൾ ചിന്തിക്കാത്ത വാതിൽ തുറക്കുന്നു. ചിന്തിക്കാത്ത വാതിൽ തുറക്കുന്നു. ചിന്തിക്കാത്ത വാതിൽ തുറക്കുന്നു. നിന്നയെ എടുത്തു മാറ്റുവാൻ ദൈവാത്മാവ് ഇപ്പോൾ ചിന്തിക്കാത്ത വാതിൽ തുറക്കുന്നു. ചിന്തിക്കാത്ത വാതിൽ തുറക്കുന്നു. തുറന്നു വരുന്നു. ഇന്ന് രാവിലെ അത് പ്രാപിക്കുക. ഇപ്പോൾ സ്പിരിച്വൽ റിലത്തെ ആത്മാവിൽ സ്വീകരിക്കുക. അത് നിങ്ങളിലേക്ക് പകരപ്പെടുന്നത് ഫെയ്ത്തിനാലാണ്. അത് നിങ്ങളിലേക്ക് തുറക്കുന്നത് ആത്മാവിനാലാണ്. വന്നത് ആത്മാവാണ്, പ്രാപിച്ചത് ആത്മാവാണ്. പക്ഷെ ആത്മാവ് കൊണ്ടുവരുന്നത്, ആത്മാവ് അതിന് ഇന്ന് രാവിലെ ആത്മതലത്തിൽ നിന്ന് ഫിസിക്കൽ മെറ്റീരിയൽ തലത്തിലേക്ക് ദൈവാത്മാവ് അതിനെ ചേഞ്ച് ചെയ്യുന്നു. സ്പിരിച്വൽ റിലം ഇപ്പോൾ മെറ്റീരിയൽ റിലത്തെ സ്പർശിക്കുന്നു. സ്പിരിച്വൽ റിലം നിങ്ങളുടെ തലമുറകളെ സ്പർശിക്കുന്നു. ഇവിടെ പിശാച് കെട്ടിയ കെട്ടുകൾ അഴിയുന്നു. പിശാച് വിതച്ച വിതകൾ അഴിയുന്നു. വേദപ്രവ് പിശാച് കെട്ടിയത് അഴിയുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് രാവിലെ 62 61 ഡിവൈസുകളിൽ ഞാൻ 2 ഡിവൈസ് കയറിയിട്ടുണ്ട്. നമ്മൾ 61 ഡിവൈസുകൾ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
ഞാനിത് സാധാരണ ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സന്ദേശം കൂടുതൽ പറയുന്ന സമയത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനകത്ത് 100, 200, 300 പേരൊക്കെ ഈ സന്ദേശം ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവാത്മാവ് ദൈവത്താലുള്ള നന്മകൾ തുറക്കാൻ, വഴികൾ തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയറ്റിൽ വേദനയായി ഭാരപ്പെടുന്ന ഒരാളുണ്ട്. ശാരീരികമായിട്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ശരീരത്തിനകത്ത്. ഇത് കർത്താവ് എടുത്തു മാറ്റും. നമ്മൾ ഫിസിക്കൽ റിലത്തിൽ നിന്ന് നമ്മൾ ആത്മാവിൽ സ്പിരിച്വൽ റിലത്തിലേക്ക് ഡിവൈൻ ആക്സസ്സുകളാൽ പ്രവേശിക്കുമ്പോൾ ഓരോ റിലങ്ങൾക്കും ഈ രോഗസൗഖ്യത്തിൻ്റെ റിലം വെളിപ്പെടുമ്പോൾ കൂട്ടമായി സൗഖ്യങ്ങൾ നടക്കും കേട്ടോ. അതിലേക്കൊന്ന് എൻ്ററാകാനുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. എല്ലാ റിലങ്ങൾക്കും ഈ സ്പിരിച്വൽ റിലത്തിനകത്ത് ഞാൻ ഇന്നലെ ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഓരോ അന്തരീക്ഷം, ഓരോ റിലങ്ങൾ തുറക്കുമ്പോൾ ആ ഓരോ റിലങ്ങളുടെ അകത്തും ദൈവാത്മ തുറക്കുന്നത് ഓരോന്നാണ്. ചിലപ്പോൾ കർത്താവ് അഭിഷേകത്തിൻ്റെ റിലം തുറക്കാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര സാന്നിധ്യം തുറക്കും. സാന്നിധ്യം നമുക്ക് പ്രസൻസ് അറിയാം. അഭിഷേകം തുറക്കുമ്പോൾ അതിനകത്ത് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ പകരുന്ന ദൗത്യങ്ങൾ തുറന്നു വരും. മഹത്വം തുറക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായ തീയുടെ സ്പർശനം വെളിപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വിടുതലുകൾ ദൈവാത്മാവ് തുറക്കും. വ്യത്യസ്ത ഡയമെൻഷനുകളാണ് ദൈവാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളിൽ തുറക്കുന്നത്. വ്യത്യസ്ത ഡയമെൻഷനുകൾ തുറക്കും. ഇവിടെ നമ്മൾ ഈ സ്വർഗം ഒരു റിലം തുറക്കുമ്പോൾ സ്വർഗം പ്രോഗ്രാം ചെയ്ത ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നടുവിൽ തുറക്കുന്നത്. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്തു വരാം ദൈവമാണ്. ഒരു റിലം ദൈവം തുറക്കുമ്പോൾ ആ റിലത്തിനകത്ത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാവൽക്കാരുണ്ട്. ആ റിലത്തെ നമ്മുടെ നടുവിൽ തുറക്കുന്ന സ്വർഗത്തിൽ നിന്നുള്ള ജീവികളുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിനകത്ത് ഈ റിലം തുറക്കും. അപ്പം ആ റിലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തുള്ള സാന്നിധ്യം, അഭിഷേകം, മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, സൗഖ്യങ്ങളായി, വിടുതലുകളായി, വഴികളായി, വാതിലുകളായി തുറന്നു വരുന്നത്. പക്ഷേ ഈ റിലങ്ങൾ തുറക്കുമ്പോൾ എല്ലാ റിലത്തെയും ചുമക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ ഇറങ്ങി വരികയാണ്, ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞ ദൂതൻ അവളോട് പറയുകയാണ്. എന്നിട്ട് പറയാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ ദൂത അറിയിച്ച റിലം തുറക്കാൻ അവിടെ ഇറങ്ങി വന്നത്, സംസാരിക്കാൻ വന്നത് ആരാണ്? ദൈവത്തിൻ്റെ ദൂതൻ. പക്ഷെ തുറക്കാൻ പോകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. റിസൾട്ട് എന്താണ്? ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു, റിലം ഓപ്പൺ ആയിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തുറക്കാൻ പോകുന്നു. റിസൾട്ട് എന്താണ്? നിന്റെ ഉദരത്തിനകത്ത് ഒരു പുരുഷനുമായിട്ടുണ്ടാകേണ്ട സംസർഗത്തിലൂടെ ഉണ്ടാകേണ്ടതിന് പകരം പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഫിസിക്കൽ റിലത്തിനകത്തൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? സ്പിരിച്വൽ റിലം ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ, അവനകത്ത് ഇറങ്ങി വന്ന ദൂതൻ സംസാരിച്ചപ്പോൾ, വേണ്ടേ കന്യകയുടെ ഉദരത്തിനകത്ത്, ഗർഭാശയത്തിനകത്ത് ഫിസിക്കലി ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. കണ്ടോ? തുറന്നു വന്ന സ്പിരിച്വൽ റിലം ആ വ്യക്തിയോട് ദൂതൻ സംസാരിക്കുന്നു. ദൈവശക്തി തുറക്കുന്നു. അത്യുന്നതന്റെ ശക്തി അവിടെ മേൽ തുറക്കുന്നു. ഫിസിക്കൽ റിലത്തിൽ ഒരു ആക്ഷൻ വെളിപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ 62 കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ടമാനം പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, കുടുംബങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെയിലും ഉണ്ട്, നിങ്ങൾ അയച്ച പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ട്. അത് തുറക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ തുറന്നു നിൽക്കുന്ന സ്പിരിച്വൽ റിലത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേലെല്ലാം ദൈവശക്തി തുറക്കാൻ എല്ലാ കുടുംബങ്ങളും, നിങ്ങളുടെ കണ്ടമാനം പ്രാർത്ഥന വിഷയമുണ്ട്. തലമുറകളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, തെറ്റായ തുണകൾ മുറിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അടിമത്തങ്ങൾ പൊട്ടിമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബത്തിനകത്ത് ഭയങ്കരമായ തിന്മകൾ കിടക്കുന്നവരുണ്ട്, പഠനത്തിലായിരിക്കുന്ന തലമുറകളെ പിശാച് തൊടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹം തീരുമാനിച്ച കുഞ്ഞുങ്ങൾ വിവാഹം അനുഗ്രഹമായി മടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശരീരത്തിനകത്ത് പല വിധത്തിൽ
ശരീരത്തിനകത്ത് വയറിനകത്ത് വേദന, നട്ടൽ വേദന, കൈകാലുകൾ, എല്ലുകൾക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അസ്വസ്ഥത തോന്നും. ഒരു വേദന വന്നാലേ അറിയുള്ളൂ മക്കളെ അവൻ്റെ വിഷമം എന്താന്ന്. ഒരു ചെറിയ പോളം വന്നാൽ പോലും നമുക്ക് ഒന്നിനും പറ്റാതാകും. ശരീരത്തിനകത്ത് ഡിവൈൻ ഹെൽത്ത് നമുക്ക് ദൈവം തരണം. എല്ലാവരും ആ ഹെൽത്ത് ഉണ്ടാകണം. അപ്പം പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ രോഗസൗഖ്യം, പൂർണ്ണ ഡിവൈൻ ഹെൽത്ത് ദൈവം നൽകണം. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ മുഴുവൻ ദൈവത്തിൻ്റെ കരം ആത്മതലത്തിൽ നിന്ന് തുറന്നു വരാനായിട്ട്, സ്പിരിച്വൽ റിലം അതിനെ തൊടാനായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ രോഗികളായി കിടക്കുന്നവരുണ്ട്, ഫിസിക്കൽ തലത്തിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട്, പഠനത്തിലായിരിക്കുന്നവരുണ്ട്, കണ്ടമാനം പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുടെ മേലെല്ലാം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു, ഭർത്താവ് വന്നിട്ടില്ല, ഭാര്യ വന്നിട്ടില്ല, മക്കൾ വന്നിട്ടില്ല, അങ്ങനെ പ്രാർത്ഥന വിഷയങ്ങളുള്ളവരുണ്ട്, കുടുംബത്തിൽ മറ്റു വ്യക്തികളെ തൊടേണ്ടവരായിട്ടുണ്ട്. ഈ എല്ലാ വിഷയങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഇപ്പോൾ തുറന്നു നിൽക്കുന്ന സ്പിരിച്വൽ റിലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ട് സ്പിരിച്വൽ റിലത്തിൽ നിന്ന് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ആ ആത്മശക്തി തുറക്കേണ്ടവന്. ഇനി അത് ഏത് ഗവൺമെൻറ് തലത്തിലും പ്രവർത്തിക്കും കേട്ടോ. നിങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിലൊരു രേഖ, ഒരു പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്കൊരു വഴി, ഖജനാവ് തുറന്ന ഒരു നന്മ ഉണ്ടാകണം. ഇതൊക്കെ മടക്കും കേട്ടോ. അഭിഷേകം കോരശിന്റെ മേൽ വീണാൽ ആലയപ്പണിക്കായിട്ട് ഗുപ്തനിധികൾ, മറവിടങ്ങളിലെ ഖജനാവിലെ ഗുപ്തനിധികൾ തുറപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത ഇങ്ങനെ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവാത്മാവ് തൊടാൻ പോകുന്നു എന്ന വിശ്വാസത്താൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് അത് തുറക്കാൻ പോവുകയാണ്. ഞാൻ അവനെ റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് സൗഖ്യങ്ങളായി, വാതിലുകളായി, വഴികളായി ഇപ്പോൾ പരിശുദ്ധാത്മാവ് തുറക്കണവനായി അത് തുറക്കും കേട്ടോ. ഈ 64 കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ 64 കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് ബ്ലെസ്സിംഗ് തുറക്കാൻ, അവരുടെ ഭാവി അനുഗ്രഹമാകാൻ ഈ കുടുംബങ്ങളുടെ മുഴുവൻ ഭാവി അനുഗ്രഹമാകട്ടെ. തലമുറകളുടെ ഭാവി മുഴുവൻ അനുഗ്രഹമാകട്ടെ. എല്ലാ കെടുതികളും, എല്ലാ ശാപങ്ങളും വിട്ടുമാറാതെ പിന്തുടരുന്ന എല്ലാ ബാരിയറുകളും ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് പൊളിഞ്ഞു മാറി ഈ കുടുംബങ്ങളെല്ലാം ബ്ലെസ്സഡ് ആകട്ടെ. ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. ദൈവിക കരുതലിനകത്തവർ മറയപ്പെടട്ടെ. 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 ദൈവിക പ്രൊട്ടക്ഷന്റെ അകത്തവർ മറയപ്പെടട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ ഇവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കട്ടെ. ഞാനിവിടെ ഈ പ്രാർത്ഥനാ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വചനത്തിനകത്തൊരു വാക്യം ഓർമ്മയുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. ജീവനായ വചനത്തിനകത്ത് അവൻ്റെ ജീവനുണ്ട്, വചനത്തിനകത്ത് അവൻ്റെ ആത്മാവുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഡിവൈൻ ഫാക്റ്റുകൾ ധ്യാനിക്കുക, നിങ്ങൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ഈ വചനം തന്നെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. എന്താണ് എൻ്റെ അകത്തത് വീണ്ടും പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് ഞാൻ
ഒരു ദൂത് തിരുവചനത്തിൽ നിന്ന് ആഴമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ നിന്ന നീക്കിക്കളയും. റാഹേൽ പറഞ്ഞു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം തുറക്കുന്ന മറുപടികളാൽ നിങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന നിന്ന ദൈവാത്മാവ് നീക്കിക്കളയും. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം തുറക്കുന്ന അനുഗ്രഹങ്ങളാൽ, ദൈവം തുറക്കുന്ന നന്മകളാൽ, ദൈവം നൽകുന്ന മറുപടികളാൽ ദൈവം എൻ്റെ മേൽ കിടക്കുന്ന നിന്ന നീക്കിക്കളയും. നിന്ന നീക്കുന്നത് ദൈവം, മറുപടികൾ തുറക്കുന്നത് ദൈവം. ഞാൻ പറഞ്ഞ പദം വീണ്ടും പറയുന്നു. വചനത്തിനകത്ത് ജീവനുണ്ട് കേട്ടോ. വചനത്തിനകത്ത് ജീവനുണ്ട്, വചനത്തിനകത്ത് ആത്മാവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിമോണിക് റിലമാണ് ഫിസിക്കൽ റിലത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ അറ്റാക്കുകൾ കൊണ്ടുവന്നത്, തകർച്ച കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ സ്പിരിച്വൽ, ഡിവൈൻ സ്പിരിച്വൽ റിലത്തിനകത്തുള്ള ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ, ഇത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്താലും നിങ്ങളുടെ നീതിയാലുമേ നിങ്ങളിലേക്ക് തുറക്കുകയുള്ളൂ. ഡിമോണിക് റിലത്തിൽ നിന്ന് അറ്റാക്ക് നിങ്ങളുടെ വീട്ടിൽ തുറന്നത് പാപമെന്ന ആക്സസിലൂടെയാണ്. എന്നാൽ ഡിവൈൻ ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബത്തിൽ തുറക്കുന്നത് നീതി എന്ന ആക്സസിലൂടെയാണ്. അതിനാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞത്. ഇന്ന് രാവിലെ ഇതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് തുറക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും ദൈവത്താലുള്ള ബ്ലെസ്സിങ് തുറന്നു വരും. നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ നിറയുമാറ് ദൈവത്തിൻ്റെ ഉറവുകൾ തുറക്കും. നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടോ? കടം ഭാരം വന്ന സഹോദരി പ്രവാചകന്റെ ഇടയ്ക്ക് ചെന്ന് പ്രവാചകൻ പറഞ്ഞു, അയൽവക്കമുള്ള വീടുകളിൽ പാത്രം മേടിച്ചോളാൻ. ആ പാത്രങ്ങൾ എത്രത്തോളമാണോ നിന്റെ അകത്തുള്ള വീക്ഷണം, എവിടെയൊക്കെയാണോ ദൈവം പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കുന്നത്, അവൾ അത്രത്തോളമാണല്ലോ പാത്രങ്ങൾ വാങ്ങിയത്. അവൾ എത്രത്തോളം പാത്രം വാങ്ങി, ഇത്രത്തോളം ദൈവം പ്രവർത്തിക്കും, ഇത്രത്തോളം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അവൾ ആണ് വർധനവിൻ്റെ അളവ് തീരുമാനിച്ചത്, ദൈവമല്ല. ഹലോ, 2 ശമൂവേൽ പുസ്തകം 4-ാം അധ്യായത്തിലെ ആ വിധവയുടെ ഭവനത്തിൽ തുറന്ന ഉറവ് ഞാൻ പറയുകയാണ്. ആരാണ് എത്രത്തോളം നിന്നെ അനുഗ്രഹമാക്കി മാറ്റണോ തീരുമാനിച്ചത്? ദൈവമാണോ വിധവയാണോ? ദൈവം ഉറവ് തുറക്കാൻ തുടങ്ങി. പക്ഷേ തുറക്കുന്ന ഉറവയ്ക്ക് പരിധി വെച്ചത് ആരാണ്? പരിധി വെച്ചത് വിധവയാണ്. അവള് പോയപ്പോൾ 60 പാത്രമേ മേടിച്ചുള്ളൂ. വേണ്ട, ഞാനത് പറഞ്ഞതാണ് കേട്ടോ. അല്ല, വേണ്ട, 25 പാത്രമേ മേടിച്ചുള്ളൂ. ആ 25 പാത്രത്തെ ദൈവം നിറച്ചു കൊടുത്തു. നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ്, വിശാലതയ്ക്കനുസരിച്ചാണ് ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നത്. എന്നാൽ ശലോമോൻ ഒരു ട്രിക്ക്, ഞാടൻ ഭാഷ പറഞ്ഞ ട്രിക്ക് കാണിച്ചു. അവൻ ധനമോ സമ്പത്തോ മാനമോ ചോദിക്കാതെ അവൻ ദൈവത്തോട്, ദൈവമേ എന്നെ അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. എന്തുണ്ടായി? ദൈവം അവൻ ചോദിക്കാത്തത് മുഴുവൻ അവൻ്റെ മേൽ പകർന്നു. അതെ, ദൈവം ചോദിക്കാത്തത് മുഴുവൻ നിങ്ങളുടെ മേൽ പകരും, ജ്ഞാനം ദൈവത്തോട് ചോദിച്ചാൽ. ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങനെ നിന്ദകൾ നീക്കിക്കളയുന്ന ദൈവിക വിഷ്ടത്തിനകത്ത് ജീവിപ്പാൻ ദൈവം എൻ്റെ കുടുംബത്തെ കരുതും, ദൈവം എൻ്റെ കുടുംബത്തിന്മേൽ പ്രവർത്തിക്കും എന്ന വിഷ്ടത്തിൽ എന്തിൻ്റെ മടവിൽ ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് നിങ്ങളുടെ മേൽ കൃപ പകരുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങളറിയാത്ത വിഷയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ വെളിപ്പെടും. ഇന്നലെ നമ്മുടെ മീറ്റിങ്ങിനകത്ത് നിരന്തരമായി കയറുകയും പരിശുദ്ധാത്മാവിനാൽ വളരുകയും ശക്തമായി ദൈവാത്മാവ് അവിടെ, ഞാൻ രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല, രാജ്യത്ത് ദൈവാത്മാവ് ദൈവശക്തിയുടെ പ്രദർശനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മകൻ ഇന്നലെ നമ്മുടെ മീറ്റിംഗ് കൂടിക്കൊണ്ട് അവൻ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ കാറ് ഞാൻ ഒരു ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാറ് കണ്ടാൽ ആ മകൻ പിന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് തോന്നില്ല. അങ്ങനെ കാറ് 3 പ്രാവശ്യം തകിടം മറിഞ്ഞു. നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാനോ ദൈവം ആക്സിഡൻ്റ് ഉണ്ടായ സംരക്ഷിക്കുവാനോ പ്രാർത്ഥിച്ചില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളെ കരുതുന്നൊരു കർത്താവുണ്ട്. ദൈവം അത്ഭുതകരമായിട്ട് ആ മകനെ സൂക്ഷിച്ചു, സഹായിച്ചു. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവിക പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിലൂടെ, കരയിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മേൽ സംരക്ഷണമായി നിൽക്കുന്ന കർത്താവുണ്ട്. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കരമുണ്ട്. പെട്ടെന്ന് ഒരു വണ്ടി, അവൻ്റെ വലത്തുവശത്തൂടെ പോകുന്ന വണ്ടി ഇടത്തോട്ട് എടുക്കുകയാണ്. ഒരു വലിയ കൂട്ടിയിടി ഉണ്ടായി. കർത്താവ് ആ മകനെ സൂക്ഷിച്ചു. അതെ, നമ്മുടെ കർത്താവ് സൂക്ഷിക്കുന്നവനാണ്, നന്മകൾ തുറക്കുന്നവനാണ്, നിന്ദകൾ മാറ്റുന്നവനാണ്. ഞാൻ നിങ്ങളെ ഒരു വാക്ക് അനുഗ്രഹിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു.
ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ നിന്ദകൾ മാറ്റുന്ന ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ ഫിസിക്കൽ തലത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് മറുപടികൾ തുറക്കട്ടെ. നിന്ദകൾ മുഴുവൻ എടുത്ത ദൈവം മാറ്റട്ടെ. ഞാൻ അവനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ ഒരുമിച്ച് കടന്നു വന്ന് ഇതുവരെയും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് എനിക്ക് സാവകാശനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവ് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തുറക്കുന്ന വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് പണിയുന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞാൻ ആ വചനത്തിനകത്ത് ജീവനുണ്ട്, ആത്മാവുണ്ട്. ആ ജീവൻ, ആ ആത്മാവ് ഇപ്പോൾ ഈ മക്കളുടെ മേൽ, അവരുടെ അകത്ത് വിശ്വാസമായി അവരുടെ മേൽ അതിൻ്റെ ആക്ഷനുകൾ തുറന്നു വരണവനായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേലെല്ലാം ഏതെങ്കിലും മേഖലയിൽ കിടക്കുന്ന ബാരിയറുകൾ, നിന്ദകൾ, വേദനകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അങ്ങ് എടുത്തു മാറ്റി ഈ കുടുംബത്തിന്മേൽ മറുപടികളാൽ നന്മകൾ തുറന്ന് നിന്ദകൾ എടുത്തു മാറ്റണവനായി ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 63 കുടുംബങ്ങളെയും യൂട്യൂബിനകത്തത് പിന്നത്തിൽ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നിൽക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വാതിലുകൾ തുറക്കട്ടെ. കർത്താവേ, പ്രത്യേകിച്ച് ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, പ്രത്യേക തലമുറകൾ പല മേഖലയിൽ അടിമപ്പെട്ട് തകർക്കപ്പെട്ട് തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഈ രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ മറുപടികൾ ദൈവത്തിൽ നിന്ന് തുറന്നു വരുന്നവ അവരുടെ നിന്നയെ എടുത്തു മാറ്റുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തലമുറകളെല്ലാം അനുഗ്രഹമായി മാറട്ടെ. സ്വർഗം നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഞാൻ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് അതിച്ചവനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാടിനർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ യൂട്യൂബിനകത്ത് പലരും കേൾക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ രാവിലെ 5:30 മണി മുതൽ 6:30 മണിയുള്ള സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കത് യൂട്യൂബിൽ പിന്നത്തതിൽ കേൾക്കാൻ കഴിയും. പക്ഷെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് ദൈവാത്മാവ് റിലീസ് ചെയ്യുന്ന തിരുവചനത്തിൻ്റെ ശക്തിയുണ്ട്, ആത്മതലങ്ങളുണ്ട്. അത് അനുഭവിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും താല്പര്യമുള്ളവരെ ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് രാവിലെ വീണ്ടും നാളെ ഞായറാഴ്ച രാവിലെ ഇല്ല കേട്ടോ. ഞായറാഴ്ച രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഞായറാഴ്ചയും നമുക്കത് ചെയ്യണമോ എന്ന്. നാളെ രാവിലെ നമ്മൾ പ്രയർ വയ്ക്കുന്നില്ല. ഞായറാഴ്ച രാവിലെ നമ്മുടെ ചർച്ചിൽ വർഷിപ്പ് 8 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് 6:30 മണിക്ക് 7 മണിക്ക് ഇത് തീർന്നാൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. 7 മണിക്ക് തന്നെ പോകേണ്ടവിടെയാണ് ഭൂരിഭാഗവും. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ ഇല്ല. വീണ്ടും നമുക്ക് അടുത്ത തിങ്കളാഴ്ച രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി സമ്മേളിക്കാം. നാളെ രാവിലെ 8 മണിക്കാണ് ചർച്ചിൽ ആരാധന നടക്കുന്നത്. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. ഇന്ന് പകൽ 10:30 മണിക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ വെച്ച് നടക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അജിപ്പാഷ ശുശ്രൂഷിക്കുന്നതുമാണ്. ഇന്ന് പകലും വൈകിട്ടും ഹോളിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമെടുത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.